ഇസ്ലാം ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഹിദായത്ത് കൊടുക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് അത് ഇസ്ലാമിന്റെ നിയമങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ് തുറന്നു തരുമെന്നാണ്. ദാടി വെക്കാത്ത എന്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല തുറന്ന് കൂടുതൽ തന്നിട്ടില്ല. തൊപ്പി വെക്കാത്ത, തലമറയ്ക്കാത്ത സഹോദരങ്ങളെ, ഇസ്സത്തിന്റെ അടയാളമല്ലേ? ഇസ്സത്തിന്റെ അടയാളമല്ലേ? ഒരു മുസ്ലിം ലോകത്തെ ഏറ്റവും നല്ല വർത്തമാനം ഏതാണ്? ഞാനൊരു സമസ്തക്കാരനാണ്, ഞാനൊരു ഈക്കക്കാരനാണ്, ഞാനൊരു എനരിക്കാരനാണ്, ഞാനൊരു മുജാഹിദാണ്, ഞാനൊരു തബ്ലീഗുകാരനാണ്, ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്, ഞാനൊരു ലീഗുകാരനാണ്, ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, ഞാനൊരു എസ്ഡിപിക്കാരനാണ്, ഞാനൊരു ബിജെപി അല്ല, മറ്റുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഇങ്ങനെ ഓരോ സംഘടനകളും പാർട്ടിക്കാരെ നമ്മൾ ഇങ്ങനെ പറയുമ്പോ നമ്മുടെ മനസ്സങ്ങോട്ട് രോമ. സമസ്തയുടെ മക്കൾ പറയും ഞാനൊരു സമസ്തക്കാരനാണെന്ന് പറയുമ്പോൾ രോമം എഴുന്നേക്കും. നേരെ മറിച്ച് AP അബൂബക്കർ ഉസ്താദ് നേതൃത്വം നൽകുന്ന AP സമസ്തയാണെന്ന് പറയുമ്പോൾ അവന്റെ രോമം എണീക്കും. അപ്പൊ ഇങ്ങനെ നമ്മുടെ രോമങ്ങൾ എണീറ്റ് നമ്മുടെ സടകുടഞ്ഞെഴുന്നേക്കുന്ന വിവേകവും വികാരവും ഇങ്ങനെ എഴുന്നേക്കുന്നതിനേക്കാൾ അല്ലാഹു പറയുന്ന ഏറ്റവും നല്ല വാക്കേതാണ്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണെടാ എന്ന് ആരുടെ മുമ്പിലും ഉറക്കെ പറയാൻ നമുക്ക് കഴിയുന്ന ഒരു വാക്കുണ്ടല്ലോ. ആ വാക്കാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഏറ്റവും നല്ല വാക്ക്, ലോകത്തെ ഏറ്റവും നല്ല വാക്ക് ഏതാണ്? ഇന്നി അന മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ്. അത് പറയാനുള്ള ഒരു മനുഷ്യന്റെ നാവ് വഴങ്ങലാണ്. അല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, മുട്ടക്കറി കഴിച്ചു, എഗ് റോസ്റ്റ് കഴിച്ചു, എഗ് റോസ്റ്റ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു നീ പോത്തിറച്ചിയാണ് നടത്തുന്നത്. ഞാൻ മുസ്ലിം ഒന്നുമല്ല, ഞാൻ കൃഷ്ണൻകുട്ടിയാണ്, തെക്കിരി വന്ന് ചോദിച്ചറിയാന്ന് പറഞ്ഞിട്ട് അവിടെ തരുതപ്പലല്ല. എഴുന്നേറ്റ് നിക്കടാ, എന്നിട്ട് പറയടാ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറ. ആരുടെ മുന്നിലാണ്? ആരുടെ മുന്നിലാണ്? ബത്തഹാഇന്റെ താഴ്വരയിൽ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ മഹാനായ സയ്യിദുനാ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ അടിക്കുമ്പോൾ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ചാട്ടവാറ് കൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അടിച്ചപ്പോൾ ഓരോ അടിയും വന്ന് പതിക്കുന്ന ശരീരത്തിൽ നിന്ന് ആടിന്റെ തോലുരിയും അതുപോലെ തൊലി ഉരിഞ്ഞുരിഞ്ഞു വന്നു. ആ സമയത്ത് ബിലാൽ തങ്ങളും മിണ്ടാതെ കടന്നാ മതിയായിരുന്നു, അടിയുടെ എണ്ണം കുറഞ്ഞേനെ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഓരോ അടി തന്റെ ശരീരത്തിൽ വന്ന് കൊള്ളുമ്പോഴും പറഞ്ഞു അഹദ് അഹദ് അല്ലാഹു അക്ബർ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ മുസ്കാൻ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ വാടക ഗുണ്ടകൾ ശ്രീറാം വിളിച്ച് മാറടി എന്ന് പറഞ്ഞപ്പോ പോടാ അല്ലാഹു അക്ബർ, എന്റെ റബ്ബാണ് വലിയവൻ എന്ന് പറഞ്ഞ ആ വാക്ക് നൂറ്റാണ്ട് 14 മുമ്പ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ ചാട്ടവാറടിക്ക് മുന്നിൽ ഉറക്കെ നിലവിളിച്ചപ്പോൾ ആ അടിയുടെ എണ്ണം കൂടി, അടിയുടെ വീര്യം കൂടി, അടിയുടെ ശക്തി കൂടി. ആ സമയത്ത് ദാഹിച്ച് പരവശനായ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു ഇച്ചിരി വെള്ളം തരുവോ, ഇച്ചിരി വെള്ളം തരുവോ കുടിക്കാനാ, എനിക്ക് തളർച്ച വരുന്നു. അവസാനം ഉമയ്യത്തിന്റെ പട്ടാളക്കാർ കറുത്ത ബിലാലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊടുത്തു. ആ ഉപ്പ് നീരിനെ നാവ് കൊണ്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് നനച്ചിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ചു അല്ലാഹു അക്ബർ, അടിച്ചോടാ, അടിച്ചോ, കൊന്നു എന്ന് പറഞ്ഞ ഈമാനിന്റെ ആവേശമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് ഇന്നി മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് നമ്മെ പറയിപ്പിക്കുന്നത്. എന്തിനു പേടിക്കണം? ഞാനൊരു മുസ്ലിമാണ്. ജനിച്ചാലും മരിച്ചാലും എനിക്ക് നാളെ കാത്തിരിക്കുന്നത് റബ്ബിന്റെ സ്വർഗ്ഗം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ 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 അല്ലാതെ ആരെ വാളെടുത്ത് വെട്ടാനോ അവന്റെ മുട്ടുമടക്കി അവന്റെ നാഭിക്ക് കുത്താനോ ഒന്നും അല്ല പറയുന്നത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടാകണം. അതാണ് ഹിദായത്ത്. നിസ്സാര കാര്യമല്ല തന്നത്, നിസ്സാര കാര്യമല്ല തന്നത് നമുക്ക്. നമ്മൾ ചോദിച്ചാണോ നമുക്കല്ല തന്നത് ഹിദായത്ത്? നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആലോചിച്ചോക്കെ, നമ്മൾ അമുസ്ലിം ബാപ്പാടെ, അമുസ്ലിം പിതാവിന്റെ. ഇപ്പൊ അങ്ങനൊന്നും ഇന്ത്യയിൽ ഇല്ലെന്നാ മോഹൻ ഭാഗവത് പറയുന്നത്. എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ വലിയ വർഗീയ പാർട്ടി, ഏതോ വർഗീയ പ്രതിനിധിയാണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ഞാൻ ഈ വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ എന്റെ പ്രസംഗത്തിൽ വന്നു പോകുന്നത് എന്റെ ഒരു കുഴപ്പമാണെങ്കിൽ മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോഹൻ ഭാഗവത് പറയാണ് ഇന്ത്യയിൽ ഇനി അമുസ്ലിമീങ്ങൾ ഇല്ല.
അമുസ്ലിമീങ്ങളില്ല, അഹിന്ദുക്കളില്ല, അഹിന്ദുക്കൾ ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല, ജൂതൻ ഇല്ല, പാഴ്സി ഇല്ല, ജൈനനില്ല, ബുദ്ധനില്ല, ഒന്നുമില്ല, എല്ലാവരും ഹിന്ദുക്കളാണ്. പിന്നെ ഹിന്ദുക്കളിൽ തന്നെ 4 വിഭാഗമുണ്ട്. 1 അഭിമാനി, 2 സന്ദേഹി, 3 വിരോധി, 4 അജ്ഞാനി. ഈ 4 ഐറ്റ ഹിന്ദുക്കളെ ഇന്ത്യയിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഏതിപ്പെടുമെന്നറിയാം? അഭിമാനിയായ മുസ്ലിം ഹിന്ദു ആരാ? അത് വർഗീയ ശക്തി, ഇന്ത്യയിലെ വർഗീയവാദികൾ. പിന്നെ സന്ദേഹിയായ ഹിന്ദുക്കളാരാ? തൊട്ട് താഴെയുള്ള അവര് മോശക്കാരായി കാണുന്ന ഹിന്ദുക്കളുണ്ടല്ലോ, അവര് സംശയമുണ്ട്, നിങ്ങളാണോ ഹിന്ദുക്കൾ നമ്മളാണോ എന്ന് സന്ദേഹിക്കുന്ന കുറച്ചാളുകൾ. പിന്നെ 3ാമത്തെ ഹിന്ദുക്കൾ വിരോധികൾ. അവര് പറയുന്ന നമ്മളെ വിരോധികളായ ഹിന്ദുക്കളാണ്. പിന്നെ അജ്ഞാനികളായ ഹിന്ദുക്കളുണ്ട്. ആരെന്നറിയോ? കുറവര്, തീയര്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. കുറവര്, വേടർ സമൂഹം, അല്ലെ, ഈ ദളിത് പിന്നോക്ക വിഭാഗമുണ്ടല്ലോ, അവര് അജ്ഞാന, അവർക്ക് മനസ്സിലാകാത്തോണ്ടാ യൗമാരെ കൂടെ കൂടുന്നത്. അവർക്ക് മനസ്സിലായിട്ടില്ല കാര്യം, യഥാർത്ഥ ഹിന്ദുത്വത്തെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് അവര് പറയുന്നു. ഈ ലാസ്റ്റ് പറഞ്ഞ വിഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഹിദായത്ത് കിട്ടി. ഉമർ ഖാദി തങ്ങൾ നമ്മളെ പറ്റി പാടി എന്താണ്? ഉമർ ഖാദി റളിയല്ലാഹു തആല നമ്മളെ പറ്റി പറഞ്ഞ എന്താണ്? അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തിയൻ വനായരു വആശാരി വമുശാരി വമണ്ണാനു പറയരു വചട്ടി വചാനാരും വനാടാരു പാണരു. നമ്മളെ പറ്റി പറഞ്ഞതാണ്. നമ്മുടെ ആപ്പാട കഥയൊക്കെ എടുത്തൊക്കെ സയ്യിദും സാദാത്യങ്ങളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. എന്റെ വാപ്പ അബ്ദുൽ അസീസ് എന്ന പേര്, അദ്ദേഹത്തിന്റെ വാപ്പാടെ പേര് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വാപ്പാടെ പേരും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അദ്ദേഹം 2, 3, 4, 5 തലമുറ കഴിഞ്ഞാൽ പാണരോ, ചെട്ടിയാരോ, നാടരോ, തീയരോ, നമ്പിയാരോ ഒക്കെ ആയിരിക്കും. പക്ഷെ സയ്യിദുമാര് അവരുടെ പ്രത്യേകത എന്താണ്? സയ്യിദിന്റെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്, അവരുടെ വാപ്പ സയ്യിദ്. അവസാനം 44 തലമുറയല്ലേ ഇപ്പോൾ നിലവിലുള്ള തങ്ങന്മാര്. 40, 50, 45 ഇടയിൽ, അല്ലെങ്കിൽ 45 40 ഇടയിലുള്ള പരമ്പര ചെന്നെത്തുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് സാദാത്യങ്ങൾ. അതുകൊണ്ട് സയ്യിദുമാരെ നമ്മൾ പൊന്നുപോലെ നോക്കണം. അവരുടെ ദുആ സ്വീകരിക്കപ്പെടുന്നതാണ്. അവരെ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. വ്യത്യസ്ത സംഘടനകൾ നമുക്ക് ഉണ്ടാകാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാദാത്യങ്ങളെ കുറ്റം പറയരുത്. സയ്യിദുമാര് അവരങ്ങനെയാണ്. അള്ളാഹു നമുക്ക് അവരുടെ തണല്, അള്ളാഹു തആല നമുക്ക് എക്കാലം അവരുടെ ദുആയും തണലും പൊരുത്തവും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ തരംതിരിച്ചിങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ട് വരിക. ഒരു ഭാഗത്ത് തരംതിരിക്കുന്നു, ഒരു ഭാഗത്ത് ഐഡന്റിറ്റി മാറ്റുന്നു, ഒരു ഭാഗത്ത് NRC നടപ്പിൽ, അങ്ങനെ 2025 ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള ശ്രമമൊക്കെ. അല്ലാഹ്, എന്ത് ഹിന്ദു രാഷ്ട്രം! എടാ, അബൂജഹലിനെ കണ്ട നമുക്ക്, അബൂജഹലിനെ കണ്ട നമുക്ക്, അതിന് മുമ്പ് ഇബ്ലീസിനെ കണ്ട നമുക്ക്, ഇനി ദജ്ജാൽ വരുമെന്നും പറഞ്ഞിരിക്കണം നമുക്ക്, യജൂജ് മജൂജ് വരുമെന്നും പറഞ്ഞിരിക്കണം നമുക്ക്, ദാബത്തുൽ അർള് വരാനിരിക്കുന്ന നമുക്ക്, ഇതിനിടയിൽ എന്ത് മോടി, എന്ത് ഷാ, ഒന്നുമില്ല. ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അത് മതി. നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്ന ഒരുത്തനെ നോക്കിയാൽ അറിയാതെ മൂത്രമൊഴിക്കും, 1, 2 കഴിയും. പക്ഷെ നമ്മളെ ആണ്ടുമസല്ലിയായി നിൽക്കാറോ ഇല്ല. വെള്ളിയാഴ്ച വന്ന് അവിടെ ഊന്നി ഇവിടെ ഊന്നി പള്ളിയിലെ ഇമാമിനെ കുറ്റം പറഞ്ഞ് കമ്മിറ്റിക്കാരെ എന്തൊക്കെയും വിളിച്ചിട്ട് പോയിട്ട് മറ്റൊന്ന് നോക്കി അവൻ കണ്ണു കുത്തി തരും. നമ്മൾ 5 നേരം നിസ്കരിച്ച് കൃത്യമായി ഇബാദത്ത് എടുക്കുന്ന ഒരുത്തനാണെങ്കിൽ നമ്മൾ ഒരുത്തന്റെ മുഖത്ത് നോക്കിയാൽ മതി, അവൻ അറിയാതെ മൂത്രമൊഴിക്കും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. ഞാൻ അല്ലാഹനെ പേടിച്ച എന്നെ എല്ലാവരും പേടിക്കും. ഞാൻ എല്ലാവരെയും പേടിച്ച അല്ലാഹയെ ഒരു പേടിയില്ല. കള്ളു കുടിക്കുന്നതിന് കുറവില്ല, പെണ്ണ് കുടിക്കുന്നതിന് കുറവില്ല, പലിശ വാങ്ങുന്നതിന് കുറവില്ല. എനിക്ക് എല്ലാവരെയും പേടി. പിന്നെ എന്ത് സ്വത്വബോധം! ഇപ്പൊ ഖബറല്ല പറയേണ്ടത്, മരണമല്ല പ്രസംഗിക്കേണ്ടത്, ഇസ്തിഖാമത്ത് യഖീനുമാ പറയേണ്ടത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എന്തുകൊണ്ടെന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ അല്ലാതെ ഉളുവിന്റെ ഫർളെത്ര, ശർത്തെത്ര, സുന്നത്തെത്ര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊന്നും എടുക്കാൻ സമയമില്ല. ഇപ്പോ ഒരു പ്രശ്നം വന്നാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ പിടിച്ചു നിർത്താം ഉമ്മത്തിനെ? അതുകൊണ്ട് ഞാൻ എല്ലാ വേദികളിലും പറയാം, നമ്മൾ വിഷയങ്ങൾ ഉസ്താദുമാർക്ക് കൊടുക്കുമ്പോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ല. ഞാൻ പറയുന്നത് ഈമാൻ എങ്ങനെ വർദ്ധിപ്പിക്കാം.
ഇദാ തുലിയത്ത് അലൈഹിം ആയതു സാദത്തുഹും ഈമാന. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കണം. അതിനെപ്പറ്റി ഉമ്മത്തിനെ പഠിപ്പിക്കണം. ഏറ്റവും വലിയ അള്ളാന്റെ ഹബീബ് എത്ര ഇരിക്കുന്നു നരച്ച ആൾ. ഓരോരുത്തരും നരച്ചവരെന്റെ മുമ്പിലുണ്ട്. എങ്ങനെ നരച്ചത്? പ്രായം വന്നിട്ട് നരച്ചതാ. 18 വയസ്സല്ലല്ലോ ആചാര്യ, 80 വയസ്സാവൂലേ, 70 വയസ്സാവൂലേ? നര വന്നത് അങ്ങനെയാണ്. ഓരോരുത്തരും നരച്ചത് പ്രായം വന്നിട്ടാണ്. എന്റെയും നിങ്ങളുടെയും ഹബീബ് നരച്ചു 24 or 20 ഒക്കെ രോമം ഉണ്ടെന്നാണ്. എനിക്ക് എണ്ണ ഓർമ്മയില്ല. ശമായിൽ തുറമുദിയിൽ പറയാം, ദാടിയും തലമുടിയും കൂടെ എണ്ണി നോക്കിയാൽ 24 താഴെ അല്ലേ, 21 or 24. 25 അപ്പുറം പോയിട്ടില്ല ഒരു റിവായത്തിൽ. അപ്പൊ ഇത്ര രോമങ്ങൾ. എന്നിട്ട് ഹദീസിൽ പറയുന്നു, നബി തങ്ങൾ ഈ എണ്ണ തേക്കും, നന്നായിട്ട് എണ്ണ തേക്കും തലയിൽ. ഈ എണ്ണ തേക്കുമ്പോ ഈ നര വന്ന മുടി കറുത്ത മുടിയുടെ അടി പോകും, അല്ലാതെ മറ്റേ ബ്രഷ് മുക്കി അടിക്കുന്നതല്ല. നമ്മളെ ആളുകൾ ചെയ്യുമ്പോൾ ബ്രഷിൽ മുക്കി അടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, ഡൈ അടിക്കുന്നത്. അതല്ല, നബിതങ്ങൾ എണ്ണ തേക്കുമ്പോ ഈ വെള്ളമുടി കറുത്ത മുടിയുടെ അടിയിലോട്ട് കയറി പോകും. അത്ര രോമം നരച്ചിട്ടുള്ളൂ. ഈ നര വന്ന എന്തിനാന്ന് ചോദിച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു, ശയ്യബത്തിനി ഹൂദ് എന്ന സൂറത്താണ് എന്നെ നരപ്പിച്ചത്. ഒരാൾ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ ശയ്യബത്തിനി ഹൂദ് എന്ന സൂറത്താണ് എനിക്ക് നര വന്നത്, ടെൻഷൻ വന്നിട്ടാ നരച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ഹൂദ് എന്ന സൂറത്തിൽ ഏതായത്താ അങ്ങേ നരപ്പിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, അങ്ങ് കൽപ്പിക്കപ്പെട്ടതുപോലെ അടി ഉറച്ച് ഈമാനോടെ നിൽക്കണം എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് നബി നരച്ചു പോയി. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമ്മത്തിനെ അടിയുറച്ച് നിൽക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ് പറയുകയാണ്, ഫമൻ യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ-ഇസ്ലാം. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വിശാലമാക്കി കൊടുക്കുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇനി പറയുന്നത് കേട്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലാഹ് പറയുകയാണ്, ഫമൻ യുരിദില്ലാഹു അയ്യുളില്ലഹു വമൻ യുരിദ് അയ്യുളില്ലഹു. ആരെയെങ്കിലും അല്ലാഹു പഴപ്പിക്കാൻ ഉദ്ദേശിച്ച, ആർക്കെങ്കിലും അല്ലാഹു തആല ലലാലത്തിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യജ്അൽ സദ്റഹു ലയ്യിക, അവന്റെ ഹൃദയത്തെ അല്ലാഹ് സങ്കുചിതമാക്കുമെന്നാണ്. ഒന്നും പറഞ്ഞാൽ കേറൂല, ആരെയും ഉൾക്കൊള്ളാൻ അവന് കഴിയൂല. അവന്റെ ഹൃദയത്തെ അല്ലാഹു ഇടുക്കമാക്കിയിട്ട് സങ്കുചിതമാക്കി കളയുമെന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലോട്ട് കയറി പോകുന്നവനെ പോലെ അവന്റെ ഹൃദയത്തെ അല്ലാഹു ക്ലിഷ്ടമാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഹൃദയത്തെ ഇടുക്കമാക്കിയിട്ട് അല്ലാഹു ഏതുപോലെ ആക്കുമെന്നറിയോ? കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറി പോകുന്നവനെ പോലെ ആക്കി കളയുമെന്ന ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കണേ. അള്ളാന്റെ ഖുർആൻ ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ്, അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ, ഒരു മനുഷ്യനെ ലലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ കഅന്നമാ യസ്അദു ഫിസ്സമാ, അവനെ അല്ലാഹു ആകാശത്തിലോട്ട് കയറി പോകുന്നവന്റെ ഹൃദയം പോലെ ആക്കി കൊടുക്കുമെന്ന. എന്ന് പറഞ്ഞാലും ഫ്ലൈറ്റിൽ പോകുന്ന പോലെയല്ല, അത് നല്ല സുഖമാണ്, അതൊന്നും അറിയണ്ടല്ലോ. അല്ലാഹു പറയുന്നത് ആകാശത്തിലോട്ട് കയറി പോകുന്നവന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, കയറി പോകുന്തോറും ടെൻഷൻ കൂടും, കയറി പോകുന്തോറും ശ്വാസം കിട്ടാതെയാകും, കയറി പോകുന്തോറും വായു കിട്ടാതെയാകും, ശൂന്യതയിലേക്കാ പിന്നെ പോകുന്നത്. അവനെ മരിച്ചു പോകും, അവനെ വല്ലാത്ത ടെൻഷനാകും. എന്നതുപോലെ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ അവന് വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ്. ഖുർആന്റെ ആയത്ത് കേൾക്കുമ്പോ എന്നെ കൊണ്ടത് പറ്റൂല, എന്തൊരു പാടാത്, എന്തൊരു പ്രയാസമാണെന്നറിയോ. ആകാശത്തിലോട്ട് കയറി പോകുന്നവന്റെ ഭീകരത ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കുമ്പോ, പെണ്ണെ തുണി മറച്ചു നടാ, ഔറത്ത് മറച്ചു നടാ എന്ന് പറയുമ്പോ ഒരു പെണ്ണ് ചിന്തിക്കും, ഞാനെങ്ങനെ ഔറത്ത് മറക്കും, ഞാനെങ്ങനെ ഔറത്ത് മറക്കും. സഹോദരങ്ങളെ, ഈ ഒരു ചിന്തയില് ഒരു പെണ്ണിന് ഖുർആനിന്റെ ആയത്ത് കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഒരു അസ്വസ്ഥത ഫീൽ
ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞു നിന്നിൽ അല്ലാഹു ലലാലത്ത് ഉദ്ദേശിച്ചിരിക്കുകയാണ്. പെണ്ണേ, നിന്നോട് അല്ലാഹു തആല എന്ത് നിയമങ്ങൾ ഖുർആനിലൂടെ പറയുമ്പോഴും നിന്റെ മനസ്സിനകത്തത് ഭീകരമായി തോന്നിയാൽ, അത് ചെയ്യുമ്പോൾ നിനക്ക് വല്ലാത്ത പ്രയാസമായി തോന്നിയാൽ, അല്ലാഹു നിനക്ക് ലലാലത്ത് ഉദ്ദേശിച്ചതിന്റെ പേരിലാണ് പെട്ടെന്ന് നിന്റെ നമസ്കാരത്തിൽ ആത്മാർത്ഥതയോടെ പറഞ്ഞോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ എനിക്ക് ഹിദായത്ത് തരണേ അല്ലാ. പുരുഷന്മാരെ, അല്ലാഹു ഒരു നിയമം പറയുകയാണ്. ആ നിയമം പറയുമ്പോ, ആ നിയമം നിന്നോട് അല്ലാഹുവിന്റെ കലാമിലൂടെ പറയുമ്പോ ആ നിയമം നിനക്ക് ഭീകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്റെ മുസ്ലിമേ, മരിക്കുന്നത് പെടുന്ന പറയാൻ കഴിയില്ല. അതിനു മുമ്പ് നമ്മുടെ ഈമാൻ ശരിയാക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. തിരുവനന്തപുരം ജില്ലയിലെ എന്റെ നാട്ടിൽ നിന്ന്, എന്റെ വീട്ടിൽ നിന്ന് കേവലം ഒരു 10-12 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഒരു സംഭവം ഉണ്ടായി. എന്തെന്നറിയോ? ഒരു 3-4 നില കെട്ടിടമാണ്. ആ 4 നിലയുള്ള കെട്ടിടം പെയിന്റ് കടയാണ്. ആ പെയിന്റ് കടയിലും 3-ാമത്തെ നിലയിൽ നിസാം എന്ന് പേരുള്ള ഒരു സഹോദരൻ അവിടുത്തെ സെയിൽസ്മാൻ ആണ്. ആ പ്രിയപ്പെട്ട നിസാം എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം അതിനകത്ത് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 5 നേരം നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാണ്. 5 നേരം നമസ്കാരമുള്ള, എല്ലാവർക്കും നല്ല വാക്ക് പറയാനുള്ള നല്ല ഒരു ദീനീബോധമുള്ള ചെറുപ്പക്കാരനാ. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വല്ലാത്ത രൂക്ഷമായ ഗന്ധം വരികയാ. നിസ്കാരം കഴിഞ്ഞ അദ്ദേഹം താഴത്തെ 2-ാമത്തെ നിലയിലേക്ക് വരാനൊരുങ്ങുമ്പോ കാണുന്നത് സുബ്ഹാനല്ലാഹ്, തീ ഇങ്ങനെ ആളിക്കത്തുകയാ. പെയിന്റ് കടയ്ക്ക് തീ പിടിച്ചറിയുമല്ലോ. പെയിന്റ് കടയിലുള്ളത് പെയിന്റ് പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. അതുപോലെ ടർപ്പനുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് തീ പിടിക്കുന്ന പെട്രോളിനേക്കാൾ പെട്ടെന്ന് തീ പിടിക്കുന്ന, വേഗത്തിൽ തീ പിടിക്കുന്ന സാധനങ്ങളാ. ഇങ്ങനെ തീ പിടിച്ചിട്ട് തീ ഇങ്ങനെ പുകയുമായിട്ട് മുകളിലോട്ട് വരികയാണ്. ആ സഹോദരൻ ചിന്തിച്ചു, 2-ാമത്തെ നിലയല്ലേ, 1-ാമത്തെ നിലയും നശിച്ചു, 2-ാമത്തെ നിലയും നശിച്ചു കത്തി. ഇനി എങ്ങനെയാണ് ഞാൻ താഴോട്ട് പോവുക? ഞാൻ നിൽക്കുന്ന 3-ാമത്തെ നിലയിലാണ്. 4-ാമത്തെ നിലയിലോട്ട് പോകാ, അവിടെ തീയെത്തിയില്ലെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് നിസാം എന്ന് പേരുള്ള ഉളുവെടുത്ത് നിസ്കാരം കഴിഞ്ഞ നിസ്കാരത്തിന്റെ ആ നെറ്റിത്തടത്തിലെ പൊടി പോലും തുടയ്ക്കുന്ന മുമ്പ്, ആ ഉളുവിന്റെ വെള്ളം ഉണങ്ങും മുമ്പ് നിസാം എന്ന് പറയുന്ന സഹോദരൻ 4-ാമത്തെ നിലയിലോട്ട് കയറിപ്പോയി. സഹോദരങ്ങളെ, 4 ഭാഗത്തും ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞിട്ടുള്ള കടയാണ്. ഈ പുക മുഴുവനും മുകളിലോട്ട് കയറിയിട്ട് ആ സഹോദരന്റെ ബോധം പോയി. ആ 4-ാമത്തെ നിലയിൽ അദ്ദേഹം ഫ്ലാറ്റായി കിടന്നു. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങൾക്കകം ആ കട 4 നിലയും കത്തിയമർന്നു. പാവപ്പെട്ട നിസാം എന്ന് പറയുന്ന സഹോദരന് അവിടെ ചില അപകടങ്ങൾ പറ്റിയ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയ കൂട്ടത്തില് അദ്ദേഹം ഉണ്ടെന്ന് കരുതി ജനങ്ങൾ അവിടെ നോക്കിയില്ല. അവസാനം എല്ലാം കഴിഞ്ഞപ്പോ 10-40ഓളം വരുന്ന ഫയർ എഞ്ചിൻ വന്നു. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ പ്രവർത്തകർ വന്നു. വെള്ളമടിച്ചു വീശിയിട്ടാണ് തീയണഞ്ഞത്. അപ്പോഴേക്ക് 3 പതിറ്റാണ്ട് 30 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ സ്വപ്നമുണ്ടല്ലോ, എല്ലാ കത്തിയമർന്നിരിക്കുകയാ. ആ പ്രിയപ്പെട്ട സഹോദരനെ കാണുന്നില്ല. 4-ാമത്തെ നിലയിൽ ചെല്ലുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കരിക്കട്ട കിടക്കുകയാ, ഒരു കരിക്കട്ട കിടക്കുകയാ. കുഞ്ഞുമക്കളുള്ള ഉപ്പയല്ലേ, എന്തിനാ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്? പൊന്നുമക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ, പൊന്നുമക്കൾക്ക് ഉടുപ്പ് വാങ്ങാൻ, പൊന്നുമക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ടെക്സ്റ്റ് വാങ്ങാൻ, കുഞ്ഞുമക്കൾക്ക് ഫീസ് അടയ്ക്കാൻ, വീട്ടിൽ മത്സ്യം വാങ്ങാൻ, വീട്ടിൽ അരി വാങ്ങാൻ, ജീവിതത്തിന്റെ പെടാപ്പാടുപെടുന്ന 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരന് പെയിന്റ് കടയിൽ നിന്ന് ആ പ്രിയപ്പെട്ട സഹോദരന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് പൊന്നുമക്കളെ നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ദീനീബോധമുള്ള നിസ്കാരമുള്ള സഹോദരന് കരിക്കട്ട കിടക്കും പോലെ കിടക്കുകയാണ് സഹോദരങ്ങളെ. ആ പ്രിയപ്പെട്ട സഹോദരനൊക്കെ മറമാടി ആ സഹോദരന്റെ മയ്യത്ത് കുഴിയിലേക്ക് വെച്ച്, കബറിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടി, 2 മീസാങ്കല്ല് നാട്ടിയിട്ടും മൈലാഞ്ചി ചെടി നട്ട് വെള്ളമൊഴിച്ചിട്ട് അവിടെ നിന്ന് ജനങ്ങൾ പോയി. ആ സഹോദരൻ ഒറ്റയ്ക്കാണ്. എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായിരുന്നു. മക്കളെ കെട്ടിക്കണമെന്ന മോഹമുണ്ടായിരുന്നയാളാ. ഭാര്യയ്ക്ക് നല്ലതുപോലെ ചെലവിന് കൊടുക്കണമെന്ന്
കൊതിയുണ്ടായിരുന്ന ആളാ. ആ സഹോദരന്റെ മോഹങ്ങൾ ബാക്കിയായിട്ട് ആ സഹോദരൻ എന്ന ഖബറിനകത്ത് വിശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് സൂര്യൻ ഉദിച്ചു, സൂര്യൻ അസ്തമിച്ചു, വെയിൽ വീശി, കാറ്റ് വീശി, രാത്രി വന്നു, നിലാവുദിച്ചു, നക്ഷത്രങ്ങൾ വന്നു. ഇവിടെ എല്ലാ ട്രെയിനുകളോടി, ഫ്ലൈറ്റോടി, ബസ്സോടി, കാറോടി നമ്മൾ തിന്നു, കുടിച്ചു, നടന്നു, പ്രസംഗിച്ചു, വാഴ കേട്ടു. ഇതൊക്കെ ചെയ്തപ്പോഴും ലോകത്തിന് ഒരു നഷ്ടവും വന്നില്ല, ലോകത്തിന് ഒരു മുടക്കവും വന്നില്ല. നഷ്ടമാർക്കാണ്? പൊന്നുമക്കൾക്ക് വാപ്പയില്ല, പ്രിയപ്പെട്ടവർക്ക് ഭർത്താവില്ല, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് മോനില്ല. അദ്ദേഹമാണെങ്കിലോ എല്ലാ സ്വപ്നങ്ങളും ബാക്കിയാക്കിയിട്ട് ഖബറിലാണ്. ഇതാണ് പൊന്നുമക്കളെ നമ്മുടെ അവസ്ഥ, ഇതാണ് നമ്മുടെയും അവസ്ഥ. ഞാനെങ്ങ് മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാസർഗോഡ് ജില്ലയിൽ തെക്കിൽ ജുമുഅത്ത് പള്ളിയിൽ അടുത്ത വർഷം പോലെ വാഴുണ്ടാവൂലേ? ഉണ്ടാവും. ഇന്ന് 5 ദിവസമാണെങ്കിൽ അന്നും 5 ദിവസം വാഴ കാണും. അടുത്ത പ്രഭാഷകർ വന്ന് പ്രസംഗിച്ചു പോകും. ഇതല്ലേ നടക്കുന്നത്? നഷ്ടം എനിക്കും എന്റെ കുടുംബത്തിനുമാണ്. അപ്പൊ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതമാണെങ്കിൽ ആ ജീവിതത്തിലൂടെ, അമലുകളിലൂടെ പരലോകം നേടാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മരിച്ചെന്ന് കഴിഞ്ഞിട്ട് ലോകത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ മരിച്ചെന്ന് പറഞ്ഞിട്ട് ലോകത്ത് ഒന്നും നടക്കാതിരിക്കുകയുമില്ല. എല്ലാം അതിന്റെ മുറ പോലെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ പണിയെടുക്കണം ആഖിറത്തിനു വേണ്ടി, ആഖിറത്തിനു വേണ്ടി പണിയെടുക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന പരിശുദ്ധമായ ഹിദായത്തിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ അല്ലാഹു നമുക്ക് തരുന്ന സമ്മാനമാണ് ആ ഹിദായത്ത് എന്നും നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത്. അതാണ് അല്ലാഹു പറഞ്ഞത്. ഒരു മനുഷ്യന് ലലാലത്തിനെയാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ അവന് ഭീകരമായി അല്ലാഹുവിന്റെ ദീനിന്റെ ഉലൂമുകൾ, ദീനിന്റെ വിഷയങ്ങൾ, ദീനിന്റെ കർമ്മങ്ങൾ, ദീനിന്റെ പ്രസംഗങ്ങൾ, ദീനിന്റെ മസലകൾ അവന് ഭീകരമായി തോന്നുമെന്ന് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കി തരട്ടെ. നമുക്ക് വേറെ കളക്ഷൻ വല്ലതുകൊണ്ടാ? പെണ്ണുങ്ങടുത്ത് ബക്കറ്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹ്. അല്ലാഹു നമ്മുടെ സ്ത്രീകള് ബക്കറ്റ് ഇവിടെ പുരുഷന്മാർക്ക് അവസാനം. നമുക്ക് വേറെ കളക്ഷൻ വല്ല ഉണ്ടോ? ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞു നിർത്താല്ല. അപ്പൊ നമ്മുടെ ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമായ ശ്രദ്ധിക്കും. ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഹൃദയം വിശാലമായ പരമാവധി നമ്മൾ പഠിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ പഠിക്കുക, കിട്ടുന്ന അറിവുകൾ ശേഖരിക്കുക, ഉമ്മത്തിന് ആവശ്യമായ അറിവുകൾ. പ്രസംഗം നാളെയും കൂടി ഇവിടെ, നാളെ മറ്റന്നാളും ഒക്കെ 2 ദിവസം കഴിയുമ്പോൾ പ്രസംഗം തീരും അല്ലേ? ശനിയാഴ്ച വെള്ളിയാഴ്ച പ്രസംഗം തീരും. 5-ാം തീയതി ശനിയാഴ്ച റാത്തീബ് മജ്ലിസ് പരിപാടി കഴിയും. അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും പരിപാടികൾ. നിങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണല്ലോ. ഇപ്പൊ ഈ വിനീതന്റെ ചാനലിലൂടെ പ്രസംഗം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും വേറെ സ്ഥലങ്ങളിൽ വാഴലാണ്. പരമാവധി ഓരോ ദിവസവും വേറെ വേറെ വിഷയങ്ങളാണ്. എന്ന് പറഞ്ഞ വിഷയം ഇനി ഒരു സദസ്സിലും പറയില്ല. കാരണം ലൈവ് ഉള്ളത് കൊണ്ട് നമുക്ക് പഠിക്കാനും അവസരമാണ്. പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാനും ജനങ്ങൾക്ക് ഉപകരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഇൽമു തരട്ടെ. ഓരോ ദിവസത്തെയും പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കും. നവാസ് മന്നാനി പനവൂർ എന്ന യൂട്യൂബ് ചാനലുണ്ട്. അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായി നിങ്ങൾക്ക് ഓരോ ദിവസത്തെ പ്രസംഗം നിങ്ങൾക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമു, നമുക്ക് ഉപകരിക്കുന്ന അറിവും തിരിച്ചറിവുമുണ്ട്. മദ്യപിക്കാൻ പാടില്ല എന്നത് അറിവാണ്. മദ്യശാലയുടെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. അതാണ് അറിവ്. പക്ഷെ എന്നിട്ട് ആളുകൾ ക്യൂ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്. സിഗരറ്റ് കവറിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് നോ സ്മോക്കിംഗ്, പാടില്ല, വലിക്കരുത്. എന്നിട്ടൊരു പാപ്പാരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, ദാടിയൊക്കെ ക്യാൻസർ വന്നു. എന്നിട്ട് അത് അറിവാണ്. എന്നിട്ട് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് വാങ്ങി വലിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽം, എനിക്ക് ഇൽമു തരല്ലേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും കട്ട് ചെയ്ത ആൾ ആരും കുഴപ്പിച്ചളയല്ലേ.
നബി അങ്ങ് പറയും ഇൽമ എനിക്ക് വർദ്ധിപ്പിച്ചു തരാൻ. നബിതങ്ങൾ ദുആരക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ ദുആ, എനിക്ക് ഇൽമ വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി ദുആരക്കാൻ. അപ്പൊ നബിതങ്ങൾ ദുആരക്കെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽം, വിവരം ഇൽമ, ഒരു ഇൽമിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ലാ യുൻഫ, പ്രയോജനം ചെയ്യാത്ത ഇൽമ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത വെറും അറിവിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. നമുക്ക് തിരിച്ചറിവുണ്ടാകണം. എല്ലാവർക്കും അറിവുണ്ട്, എല്ലാ വിഷയങ്ങളെ പറ്റി അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവാണ് നഷ്ടപ്പെട്ടത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ. അപ്പൊ ഒരു മനുഷ്യൻ അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ അവന്റെ ഹൃദയത്തെ അല്ലാഹു വിശാലമാക്കും. ഹിദായത്ത് കൊടുക്കാതിരുന്നാലോ എന്തു പറഞ്ഞാലും അവന് ഒരു നിസ്കരിക്കാൻ പറയുമ്പോൾ അവന് എന്തൊരു പാടെന്നറിയോ? നിസ്കാരം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? മേലോട്ട് കയറി പോകുമ്പോലത്തെ ഒരു ബുദ്ധിമുട്ടാണ്. ശ്വാസം കിട്ടാതാവും നിസ്കാരം എന്നൊക്കെ പറഞ്ഞ. നോമ്പ് ശ്വാസം കിട്ടാത്തൊരവസ്ഥയാണ്. ഹജ്ജിന് പോകണം, ഉംറ ചെയ്യണം എന്നൊക്കെ. എന്റെ പൊന്ന സഹോദരൻ, ഉംറ ചെയ്യാൻ വേണ്ടി എല്ലാവരോടും പറഞ്ഞു, ഹജ്ജി എല്ലാവരോടും പറഞ്ഞു. കാസർഗോഡ് ജില്ലയിലൊക്കെ ഒരു 1/2 സെന്റ് ഭൂമി വിറ്റാൽ 2-3 ഹജ്ജ് ചെയ്യാം. പൈസ ഇല്ല, പിന്നെ ആവട്ടെ മോളെ കെട്ടിക്കട്ടെ, പിന്നെ ഫ്ലാറ്റിന്റെ പണി തീരട്ടെ, അതിന്റെ പൊര കെട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ എല്ലാവർക്കും മോഹം ഒന്ന് ഹജ്ജ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം, ഉംറ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം. അപ്പോ അള്ളാഹു എന്ത് ചെയ്തു? നിയമം വെച്ചു. എങ്ങനെ? 55 വയസ്സിന്റെയും 25 വയസ്സിന്റെ ഇടയിലുള്ളവർ മാത്രം വന്നാൽ മതി. വരുന്നവര് ഒരാഴ്ച ജിദ്ദയിൽ കിടന്ന് അസുഖമൊന്നും ഇല്ലാന്ന് തെളിയിച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ. വന്നാൽ തന്നെ ഒരൊറ്റ ഉംറ ചെയ്തിട്ട് മാറി ഇരുന്നോളണം. പിന്നെ ഇറങ്ങാൻ പാടില്ല. പിന്നെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടുമെങ്കിൽ പിന്നെ ഗൂഗിൾ വഴി, ഇന്റർനെറ്റ് വഴി പിന്നെ അതിന്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പൊ എല്ലാ ആപ്പിലായി. ഹജ്ജും ആപ്പിലായി, മദ്യപാനം ആപ്പിലായി, അല്ലേ? എല്ലാ ആപ്പിലും കിട്ടും. അപ്പൊ അങ്ങനെ തവാഫ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു. നിയമങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, മാറ്റി തരട്ടെ. അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തി. നിസ്കാരത്തിൽ അടുത്ത് നിൽക്കാൻ പറഞ്ഞു ഇമാം, എന്ന് ഇമാമ വിളിച്ചു പറയുമ്പോൾ മറ്റേ പാർട്ടിക്കാരനാണ്, കൊടി വേറെ എന്ന് പറഞ്ഞു മാറിയിക്കാൻ തുടങ്ങി. ഇപ്പോ എല്ലാ പള്ളിയിലും എഴുതി വെച്ചിരിക്കുന്നു സോഷ്യൽ ഡിസ്റ്റൻസിങ്, എല്ലാവരും അകന്ന് നിൽക്കുക. അടുക്കണം തോന്നിയപ്പോ അള്ളാഹു അകറ്റി. ഒരുത്തനെ കാണുമ്പോ നല്ലോലൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോ മുഖം കറുപ്പിച്ച് നടന്നു. ഇപ്പൊ ഒന്ന് ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം NRC ഒക്കെ വന്ന എല്ലാ പ്രശ്നങ്ങളും വന്ന എല്ലാം ഇവിടെ നിന്നൊക്കെ പോകും. അതിന് മുമ്പ് ഒന്ന് മിണ്ടി ചിരിക്കാന്ന് പറഞ്ഞ ആഗ്രഹം വന്നപ്പോ അല്ലാഹു തആല മുഖത്ത് തുണി വെച്ച് അടച്ചു. ചിരിക്കുന്ന ആരും കാണാതെ മാസ്ക് വെച്ചു. 2 പേരൊന്ന് മുസാഫഹത്ത് ചെയ്താൽ 10 വിരലിൽ 20 വിരലിന്റെ ഇടയിൽ കൂടെ എല്ലാ പാവങ്ങളും കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് കാണുമ്പോൾ മുസാഫത്ത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അയിത്തം കൽപ്പിച്ചു. ഇവൻ മറ്റോനാണ്, അവന്റെ കൈ തൊടണ്ട. മാറി നടന്നു. ഇപ്പൊ തൊടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആരും കൈ തരൂല. എല്ലാവരും കൈ പുറകിലോട്ട് ഒളിപ്പിക്കാൻ തുടങ്ങി. ഇനി അഥവാ പുറകിലൂടെ ഒന്ന് കൈ പിടിച്ച ഉടനെ മറ്റേ എല്ലാം ഇതെല്ലാം കഴിയാൻ കളയാൻ സോപ്പ് വെള്ളത്തിൽ കഴിയും. നമ്മൾ എന്തൊക്കെ ചെയ്തോ അല്ലാഹ് അതിലൊക്കെ പണിയെന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ നമ്മളായിട്ട് തീരുമാനം വരുത്തിയോ അല്ലാഹു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം നന്നാവാതെ അല്ലാഹു നമ്മളെ നന്നാക്കില്ല. അവിടെ തീരുമാനിക്കും നമ്മൾ നന്നാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു മനുഷ്യന് അല്ലാഹു തആല ഹൃദയം വിശാലമാക്കി കൊടുത്താൽ അല്ലാഹു കുറച്ച് ഗുണങ്ങൾ അവന് കൊടുക്കും. എന്തറിയോ? അതും കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ലാഹു പറയുകയാണ് അലം നശ്റഹ് ലക സദ്റക. നബിയേ, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? നബി തങ്ങൾക്കുള്ള എല്ലാ ഗുണങ്ങളുടെയും ബേസ് അലം നശ്റഹ് ലക സദ്റക. നബിയേ, അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ നബിയേ? അല്ലാഹു പറയുകയാണ് ഹൃദയം വിശാലമായാൽ എല്ലാ അമലുകളും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തരുന്നത് നമ്മുടെ മുഴുവത്തുള്ള പാപഭാരത്തെ അല്ലാഹു ഇറക്കി വെക്കും. പാപങ്ങൾ പുറക്കും. തീരുന്നില്ല. നബിയെ, അങ്ങയുടെ കീർത്തി നാം ഉയർത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലാഹു എക്കാലവും നമ്മളെ സ്മരിക്കുന്നവരാക്കും. എക്കാലവും നമ്മളെ സ്മരിക്കുന്ന നിലയിലേക്ക് അല്ലാഹു കൊണ്ടുവരും.
അല്ല പറയുകയാണ്, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എളുപ്പമുണ്ടാകും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്, ഒരു കയറ്റം വന്നാൽ ഒരു ഇറക്കമുണ്ട്. സഹോദരങ്ങളെ, അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞത്രേ, ചുമരിൽ ഒരു വാചകം എഴുതണം. ദുഃഖിക്കുന്നവനെ കണ്ടാൽ അവൻ അപ്പോഴേ ചിരിക്കണം, ചിരിക്കുന്നവനെ കണ്ടാൽ അപ്പോഴേ കരയണം. ബീർബൽ ബുദ്ധിമാനാണ്. ചുമരിൽ എഴുതി വെച്ചത് എന്തെന്നറിയോ? ഈ സമയവും കടന്നു പോകും, അത് കാണുന്ന ദുഃഖിതൻ ഈ സമയം കടന്നു പോകും, പിന്നെ എനിക്ക് സന്തോഷം വരുമല്ലോ. ആഹ്ലാദിച്ച് വന്നവനത് വായിച്ചു. ഈ സമയം കടന്നു പോകേടാ, ചിരിച്ചോ, നിനക്കിനി കരയാനുള്ളതാണ്. അപ്പം പത്തി മടക്കി ബീർബൽ എഴുതി വെച്ചത് എങ്ങനെയാണ്? നബിയെ, എല്ലാ പ്രയാസത്തിനോടൊപ്പം ഒരു എളുപ്പമുണ്ട്. കോവിഡ് വന്ന് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഒമാനിലും മാസ്ക് മാറ്റേണ്ടി വന്നു. ഒമാനില് മാസ്ക് ഇനി പൊതുനിരത്തിൽ വേണ്ടത്രേ. ഇതൊന്ന് അഴിച്ചു കിട്ടിയാലും മതി എന്ന് പറഞ്ഞാ നടക്കുന്നത്. ഒന്ന് അഴിച്ചാ മതി, ചില ആളുകൾക്ക് അത് വെച്ചാ മതി, അത് മാറ്റാതിരുന്നാ മതി. കാരണം പല രീതിയിലും നമുക്കതുകൊണ്ട് ഗുണമുണ്ടല്ലോ. പണ്ട് ഹെൽമറ്റ് വെച്ച് മദ്യശാലയിൽ ക്യൂ നിന്നവനുണ്ടായിരുന്നു. ഹെൽമറ്റ് വെച്ചുകൊണ്ട് മദ്യഷാപ്പിലെ ബിവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കും. ഹെൽമറ്റും വെച്ചുകൊണ്ട് ഉടുത്തിരിക്കുന്ന മുണ്ടൊക്കെ മടക്കി കൂട്ടിയിട്ട് ഹെൽമറ്റും വെച്ച് നിൽക്കും. ബൈക്കിലല്ല വന്ന് ഓട്ടോ പിടിച്ചാൽ വന്നത്, കാരണം ഹെൽമറ്റ് കയ്യിലുണ്ട്. കാരണം ആരും അറിയരുത് താൻ വാങ്ങുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ അതൊന്നും വേണ്ട. പള്ളിയിലെ ഇമാമ മാസ്ക് വെച്ചുകൊണ്ട് മദ്യഷാപ്പിൽ നിന്നാലും സെക്രട്ടറി പോലും അറിയില്ല. കാരണം എന്താണ്? മാസ്ക് വെച്ചാൽ ഇതാരാണ് മനുഷ്യനെ കാണാൻ അറിയുക എന്ന് പറയുന്നത്. ഈ കണ്ണ്, മൂക്ക്, ചുണ്ട്, ഈ ഇത്രയും ഭാഗമാണ് ഒരു മനുഷ്യനെ തിരിച്ചറിയുക. ഒരു മനുഷ്യനെ തിരിച്ചറിയാനുള്ള കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഇത്ര ഭാഗമാണ് തിരിച്ചറിയുക. ഇപ്പൊ മാസ്ക് വെച്ചാലും തിരിച്ചറിയണം എന്തുകൊണ്ടെന്ന് അറിയാമോ? കണ്ണും കൂടി മറയ്ക്കാത്തത് കൊണ്ടാണ്. ഇനി കണ്ണും കൂടെ മറച്ചാൽ ആലോചിച്ച് നോക്കിയേ. അള്ളാഹു കാക്കട്ടെ. എല്ലാ ഹിജാബ് ധരിക്കരുത്, ധരിച്ചവർക്ക് പെനാൽറ്റി അടിച്ചു. ആ രാജ്യത്ത് അള്ളാഹു താല ഹിജാബ് ധരിക്കാതെ അഥവാ പുറം മൊത്തം മറയ്ക്കാതെ പുറത്തിറങ്ങിയാൽ പെനാൽറ്റി അടിപ്പിച്ചു അള്ളാഹു താല. തല മറച്ചു പുറത്തിറങ്ങിയാൽ, മുഖം മറച്ചു പുറത്തിറങ്ങിയാൽ പെനാൽറ്റി അടിച്ചിരുന്ന രാജ്യങ്ങളിൽ അതേ ഭരണാധികാരികളെ കൊണ്ട് മുഖവും തലയും മറയ്ക്കാതെ ഇറങ്ങിയാൽ പണിഷ്മെന്റ് കൊടുപ്പിച്ചു അല്ലാഹു തആല. നീ ഓരോന്ന് വരും എന്റെ സഹോദരങ്ങളെ. ആരോ പറയണ കേട്ടല്ല, പോട്ടെ, അതുകൂടെ പറഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുമോ അതൊക്കെ അല്ലാഹു നമുക്ക് പണിഷ്മെന്റ് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏതൊരു പ്രയാസം വന്നാലും അതിനുശേഷം ഒരു എളുപ്പം നിങ്ങൾക്ക് വരും, ഒരു സന്തോഷം നിങ്ങൾക്ക് വരും. ദുഃഖം വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണേ, ഒരു സന്തോഷം നിങ്ങളെ തേടിയെത്തുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒരു അമലിൽ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ അടുത്ത അമലിലേക്ക് നിങ്ങൾ വ്യാപൃതരാകണേ. ഒരു അമലിൽ നിന്ന് നിങ്ങൾ വിരമിക്കുമ്പോ നിങ്ങൾക്ക് വിശ്രമമില്ല. വിശ്രമം എവിടെയാണ്? വിശ്രമം നമുക്ക് ഒന്നേ ഉള്ളൂ, അത് മൗത്താണ്. വിശ്രമം ഒരേ ഒരു സ്ഥലത്തേ ഉള്ളത് ഖബറിലാണ്. അതുവരെയും നമ്മൾ പരിശ്രമിയാണ്, ത്യാഗമാണ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സഹോദരാ, 17 പ്രാവശ്യം നിർബന്ധമായി റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ അല്ലാ, ഹിദായത്ത് തരണേ അല്ലാ. ആ ഹിദായത്ത് അല്ലാഹു നമുക്ക് തരുമ്പോൾ അതിനെ വീണ്ടും വീണ്ടും ചോദിക്കുന്ന നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ. നഷ്ടപ്പെട്ടു പോകാൻ സഹോദരങ്ങളെ, 1000-ഓളം വരുന്ന മദ്രസകളുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന 12,000-ഓളം വരുന്ന മുറബ്ബിയായ മശായിഖുമാരുടെ ശൈഖായിരുന്ന ജുനൈദുൽ ബഗ്ദാദി അടക്കം അല്ലാമ ശിബിലി റഹിമഹുല്ലാ അടക്കമുള്ള മഹാന്മാരായ മശായിഖുമാരുടെ ഉസ്താദായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അംദലൂസി എന്ന് പറയുന്ന മഹാനായ മനുഷ്യന് അല്ലാഹു അദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? ഒരു യാത്രയിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു ക്രൈസ്തവ യുവതിയെ കണ്ണിൽപ്പെട്ടു. ആ സഹോദരന്റെ, ആ മഹാനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് ഈമാൻ കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. 12,000-ഓളം വരുന്ന മശായിഖുമാരുടെ ശൈഖാണ്. ആയിരക്കണക്കിന് മദ്രസകളുടെയും ഖാൻഖാഹുകളുടെയും ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന അബൂ അബ്ദുല്ലാഹിൽ അംദലൂസി
അന്തലൂസി. അവസാന സഹോദരങ്ങളെ ദഅവത്ത് നടത്തുമ്പോ ഊന്നി നിന്നിരുന്ന വടി കൊണ്ട് പന്നികളെ മേക്കാൻ തുടങ്ങി. അദ്ദേഹം ധരിച്ചിരുന്ന കമീസിന്റെ അരപ്പട്ട കെട്ടിയിട്ട് കള്ള് കുടിച്ചിട്ട് ക്രിസ്ത്യാനിയായ യുവതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നു. അതിന് മഹറായി പെണ്ണിന്റെ വാപ്പ പറഞ്ഞത്, പിതാവ് പറഞ്ഞത് പന്നികളെ മേക്കണമെന്നാണ്. പന്നികളെ മലയിടിക്കൽ മേച്ച് നടന്നു. അവസാനം അല്ലാഹു ഹിദായത്തും വിലായത്തും ഈമാനും മനസ്സിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. പിന്നീട് അല്ലാഹു തിരിച്ചു നൽകി. അല്ലാഹു വിശുദ്ധ ഖുർആനെ ഹിഫ്ള് ചെയ്യിപ്പിച്ചിരുന്ന മഹാനായ ആ മനുഷ്യന് ഒരേ ഒരു ആയത്തെ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആ ആയത്ത് ഒരാൾക്കുള്ള ഹിദായത്ത് എടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിയൂലെന്നർത്ഥം വരുന്ന ആയത്ത്. 30,000-ഓളം വരുന്ന ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന ആ മനുഷ്യന് ഒരൊറ്റ ഹദീസേ പിന്നെ മനപ്പാടമുള്ളൂ. ദീനനുസരിച്ച് ജീവിച്ചില്ല, മതം പരിവർത്തനം നടത്തിയാൽ, മതത്തിൽ നിന്ന് മാറിപ്പോയാൽ അവനെ കൊല്ലണമെന്ന ഹദീസ്. സഹോദരങ്ങളെ, ആ ഹദീസ് ആ കാലഘട്ടത്തിൽ പ്രത്യേകതയാണ്. ആ ഹദീസ് മാത്രം ഓർമ്മയുണ്ടായിരുന്നു. അവസാനം അല്ലാഹു ഈമാൻ തിരിച്ചു കൊടുത്തു, ഹിദായത്തും വിലായത്തും തിരിച്ചു കൊടുത്തു. അദ്ദേഹം വീണ്ടും ഹിഫ്ള് പൂർത്തീകരിച്ചു, ഹദീസുകളും മനനം ചെയ്തു. ആ മനുഷ്യന് വീണ്ടും ദഅവത്തിന്റെ മാർഗത്തിലേക്ക് വന്നു. അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ ഏറെ സെക്കൻഡും മതി സഹോദരങ്ങളെ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാതെ പൊന്നുപോലെ ഈമാൻ നെഞ്ചകത്തേക്ക് ചേർത്തു വെച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ആ ഈമാനെ താലോലിച്ചു കൊണ്ട് നടക്കണേ. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള മഹാ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി ഇനി മറ്റൊരവസരം അല്ലാഹു മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അല്ലാഹു ഈമാൻ അനുസരിച്ച് ഈ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.